മുട്ടുവേദന പലരുടെയും ഒരു പ്രധാന ആശങ്കയാണ്. മുട്ടുവേദന വന്നാൽ പെട്ടെന്ന് ആ വേദന കുറയ്ക്കാൻ ചില കാര്യങ്ങൾ ചെയ്യാം. മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ടതിനനുസരിച്ചാണ് ചികിത്സ നൽകേണ്ടത്. എന്നാൽ വേദന കാരണം നടക്കാൻ ബുദ്ധിമുട്ടായികാൽ വല്ലാതെ സ്റ്റിഫായി തോന്നുന്നുവെങ്കിൽ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാം. ആദ്യം മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർത്രൈറ്റീസ് പോലുള്ള അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആയുർവേദത്തിൽ ഇവയെ വാതരോഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വാതരോഗങ്ങൾ എന്നത് ആമവാദം സന്ധിവാദം മാത്രമല്ല, വാതദോഷം കൂടുന്നതോ വിഷമിക്കുന്നതോ ആയ എല്ലാ അവസ്ഥകളും ഉൾപ്പെടുന്നു. തിൻപക്ഷാഘാതം, ഒരു വശം തളർന്നുപോകുന്ന അവസ്ഥ, ബെൽസ് പാൾസി പോലെ മുഖത്തിന്റെ ഒരു വശം തളർന്നുപോകുന്ന അവസ്ഥ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധിവാദം, തേയ്മാനം, യൂറിക് ആസിഡ് കൂടുന്നതിനാൽ വരുന്ന വേദന, രക്തവാദം തുടങ്ങിയവയെല്ലാം വാതരോഗങ്ങളിൽപ്പെടുന്നു. പ്രത്യേകിച്ച് മഴക്കാലത്ത് വാദം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തണുപ്പുവാദത്തിന്റെ എതിർഗുണമാണ്. അതുകൊണ്ട് തണുപ്പുകാലത്ത് ഡോക്ടർമാർ ആമവാദ രോഗികളോട് ശരീരം നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും കൈകളിലും കാലുകളിലും സോക്സ് ഉപയോഗിക്കാനും മുട്ടുകൾ മൂടുന്ന കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശിക്കുന്നു. തണുപ്പ് എക്സ്പോഷർ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ആമവാദം ഒരു സങ്കീർണമായ അവസ്ഥയാണ്. കാരണം അത് വന്നാൽ ദീർഘകാലം നീണ്ടുനിൽക്കും. ചികിത്സയ്ക്ക് കുറച്ച് സമയമെടുക്കും. എന്നാൽ യൂറിക് ആസിഡ് കൂടുതലോ രക്തവാദമോ ആണെങ്കിൽ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ വേഗത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും. സന്ധിവാദത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. അമിതവണ്ണം കുറയ്ക്കുന്നത് മുട്ടുവേദന കുറയ്ക്കാൻ വളരെ സഹായകമാണ്. മുട്ടുവേദനയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് തേയ്മാനമാണ്. ഇത് സാധാരണയായി 55 മുതൽ 60 വരെ വയസ്സിന് മുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരിലും കൃഷിപ്പണി ചെയ്യുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നു. തേയ്മാനം വന്നാൽ മുട്ട് മാറ്റിവെക്കൽ പോലുള്ള ചികിത്സകൾ ഒഴിവാക്കാൻ ബാക്കിയുള്ള എല്ലുകൾക്കും കാർട്ടിലേജിനും ബലം നൽകുന്ന കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. വിറ്റാമിൻ ഡി ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാൻ മുട്ടമീൻ, ഇലക്കറികൾ, നട്ട്സ് എന്നിവ കഴിക്കുന്നത് നല്ലതാണ്. നോൺവെജ് ഭക്ഷണങ്ങൾ വിറ്റാമിൻ ഡി ആഗിരണം വേഗത്തിലാക്കും. വെജിറ്റേറിയൻ ആണെങ്കിൽ വെജ് പ്രോട്ടീനുകൾ ശ്രദ്ധാപൂർവം കഴിക്കണം. തേയ്മാനം വന്നാൽ നടക്കുന്നത് കുറയ്ക്കുക, റെസ്റ്റ് എടുക്കുക, ഭാരം വഹിക്കുന്നത് ഒഴിവാക്കുക, നിരപ്പായ സ്ഥലങ്ങളിൽ മാത്രം നടക്കുക. സന്ധിവാദമാണെങ്കിൽ ദിവസവും 10 മുതൽ 15 വരെ മിനിറ്റ് നടക്കുന്നത് കുഴപ്പമില്ല. വേദനയുള്ളപ്പോൾ കാൽ ഉയർത്തിവെച്ച് റെസ്റ്റ് എടുക്കുക. മുട്ടിൽ ബാൻഡേജ് കെട്ടുന്നത് ബലം നൽകും. ഐസ് ഹോട്ട് കംപ്രസ് എന്നിവ മാറി മാറി ഉപയോഗിക്കാം. ആമവാദത്തിൽ ചെറിയ സന്ധികൾ ആദ്യം ബാധിക്കപ്പെടുകയും പിന്നീട് വലിയ സന്ധികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഇത് കാർട്ടിലേജിനെ ബാധിക്കുകയും ശക്തമായ വേദന, രാവിലെ സ്റ്റിഫ്നെസ്, പനി എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ കാൽവിരലിന്റെ ഭാഗത്ത് വേദന, നിലത്ത് കാൽ വയ്ക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടും. ഓയിൽ മസാജ് തേയ്മാനമുള്ളവർക്ക് എല്ലുകൾക്ക് ബലം നൽകുമെങ്കിലും തേയ്മാനം മാറ്റാൻ കഴിയില്ല. എന്നാൽ ആമവാദ രോഗികൾ മസാജ് ചെയ്യരുത്, കാരണം അത് അവസ്ഥ വഷളാക്കും. ജാനുബസ്തി, ഓയിൽ റിട്ടൻഷൻ പോലുള്ള ആയുർവേദ ചികിത്സകൾ മുട്ടുവേദനയും നീരു കുറയ്ക്കാനും സഹായിക്കും. RA ഫാക്ടർ, ആന്റി CCP-ESR എന്നിവ പരിശോധിച്ച് ഇൻഫ്ലമേഷൻ മനസ്സിലാക്കി മരുന്നുകൾ എടുക്കാം. അമിതവണ്ണമുള്ളവർ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം, കാരണം ഭാരം കൂടുതലാണെങ്കിൽ മുട്ടിന് ഭാരം വർദ്ധിക്കും. ഭക്ഷണം നിയന്ത്രിക്കുക. പാൽ, ബദാം, വാൾ, നട്ട്നിലക്കടല എന്നിവ ശീലമാക്കുക. വിറ്റാമിൻ ഡി, കാൽസ്യം കുറവ് വരാതെ ശ്രദ്ധിക്കുക. ദിവസവും ഓയിൽ മസാജ്, ഡബിൾ ബോയിൽ ചെയ്ത എണ്ണ ഉപയോഗിച്ച് മസാജിളം, ചൂടുവെള്ളത്തിൽ കുളി എന്നിവ ശീലമാക്കുക. 30 വയസ്സിന് മുകളിൽ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നത് ശരീരത്തിന്റെ സർക്കുലേഷനും യൗവനവും നിലനിർത്താൻ സഹായിക്കും. തേങ്ങ 1 കപ്പോളം ദിവസവും കഴിക്കുന്നത് എല്ലുകൾക്ക് നല്ലതാണ്. മുട്ടുവേദനയോ ജോയിന്റ് പ്രശ്നങ്ങളോ ഉള്ളവർ ആവശ്യമെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ അറിവിനുവേണ്ടി മാത്രമാണ്. ആരോഗ്യപ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിക്കണം. നിനക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരോടും ഈ വീഡിയോ പങ്കുവയ്ക്കൂ.